ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ SIT സംഘം ശബരിമലയിലേക്ക് സാമ്പിൾ ശേഖരിക്കാൻ സന്നിധാനത്തേക്ക് SIT സംഘം തിരിച്ചു. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുജു, എന്തൊക്കെയായിരിക്കും ഈ പരിശോധനയിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന പരിശോധനയിൽ ശേഖരിക്കാൻ പോകുന്നത്, കണ്ടെത്താൻ പോകുന്നത്? മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ്, അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് SP ശശിധരൻ അടക്കമുള്ള SIT സംഘം ഇപ്പോൾ സന്നിധാനത്തേക്ക് തിരിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള ലീഗൽ മെട്രോളജിയുടെ ഈ സ്വർണം അസസ് ചെയ്യുന്ന ഗോൾഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള സംഘമാണ് സന്നിധാനത്തേക്ക് എത്തുക. ശബരിമലയിൽ നഷ്ടമായ സ്വർണത്തിൻ്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുക, അതുപോലെ അവിടെയുള്ള പാളികളുടെ ചെമ്പുപാളികൾ മാറ്റിയിട്ടില്ല എന്ന് VSSലെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ VSSലെ റിപ്പോർട്ടിൽ വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പരിശോധന നടത്തുന്നത്. അതിൽ നഷ്ടമായ സ്വർണത്തിൻ്റെ അളവ് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമുള്ള വാതിൽപ്പടിയുടെയും അതുപോലെ മറ്റ് ഭാഗങ്ങളിലൊക്കെ തന്നെ സ്വർണം സാമ്പിളുകൾ ശേഖരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് ലാബിലായിരിക്കും വിദഗ്ധ പരിശോധന നടത്തുക. അപ്പം നേരത്തെ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധന ഫലം കൃത്യമല്ല എന്ന ഒരു തരം നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി മേടിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും സന്നിധാനത്ത് പരിശോധന നടത്തുക. ഇത്തവണ പരിശോധന നടക്കുന്ന നട കുംഭമാസ പൂജകൾക്കായി ഇന്ന് വൈകിട്ട് തുറക്കും. ഇന്നും നാളെയും നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ ഒരു പക്ഷേ നട അടച്ചിരിക്കുന്ന സമയത്തായിരിക്കാം തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം പരിശോധന നടത്തുക. 2 ദിവസമെങ്കിലും നീണ്ടു നിൽക്കാൻ തന്നെയാണ് സാധ്യത. വിനീഷ. ശരി, ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞ് വൈകിട്ടോടു കൂടി സന്നിധാനത്തെത്തും. നാളെയും മറ്റന്നാളുമായി ശ്രീകോവിലും കട്ടിളപ്പാളിയിലും രാസപരിശോധന നടത്തും. സാമ്പിളുകൾ ശേഖരിച്ച മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാനാണ് തീരുമാനം. ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചതോടെയാണ് വീണ്ടും പരിശോധനയ്ക്കായി SIT സംഘം സന്നിധാനത്തേക്ക് എത്തുന്നത്.